Hi guys, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഹെൽത്തി എന്ന് പറയാനായിട്ട് കാരണമുണ്ട്. ഇതൊരു പോഷകപ്പൊടി കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു പോഷകപ്പൊടി നമുക്ക് കിട്ടുന്നത് അംഗനവാടികളിൽ നിന്നാണ് കേട്ടോ. മാർക്കറ്റിൽ നിന്നൊന്നും നമുക്കിത് അവൈലബിൾ അല്ല. അംഗനവാടികളിൽ നിന്നാണ് ഈ ഒരു പോഷകപ്പൊടി കിട്ടുക. അമൃതം പൊടിയല്ല, അമൃതം പൊടി പോലെ തന്നെ മറ്റൊരു പോഷകപ്പൊടിയാണിത്. അമൃതം പൊടിക്കാണെങ്കിൽ ലൈറ്റ് ഇളം മധുരം ഉണ്ടാവുമല്ലോ, ഇതിൽ മധുരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരം പലഹാരങ്ങളും നമുക്ക് ഇത് വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തേക്കും. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ കളർ ഒന്നും കൂടി കിട്ടും. എനിക്ക് അത് കിട്ടിയില്ല, ഞാൻ സാധാ മുളക് പൊടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നല്ല ലൂസാവാതെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ സ്പൂണും കൊണ്ട് കോരി ഒഴിക്കണ പരുവത്തിൽ കിട്ടിയാൽ മതിയാകും. അതിനുശേഷം നേരത്തെ കുരുരാന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, അതുപോലെ കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം നമുക്ക് ചേർക്കേണ്ട, കുറച്ചും കൂടി തിക്കാവണം നമ്മുടെ ഈ മിക്സ്. ഞാൻ ഇവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ എങ്ങനത്തെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നല്ല ഈ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ പലരുടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഈ പൊടി ഒന്നും ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും എടുത്തത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇങ്ങനത്തെ പൊടിയൊക്കെ കിട്ടുമ്പോൾ അത് കളയാതെ അത് ഉപയോഗപ്പെടുത്തുക. നല്ല ഹെൽത്തി പോഷകപ്പൊടിയാണ്. അപ്പോൾ അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭിണികളൊക്കെ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗർഭിണികളെ എങ്ങനെയെങ്കിലൊക്കെ ഈ പൊടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി കഴിക്കുക. ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറുക്കിയിട്ടെങ്കിലും കഴിക്കുക. അത് ഏറ്റവും നല്ലതാണ്. ഈ സമയത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ ഒന്ന് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ആയിരിക്കും കിട്ടുക. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇനി ഈ പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.